ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ചാന്ദിനിയെയും വീട്ടുകാരെയും കണ്ട് വിവാഹകാര്യം സംസാരിച്ച് കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് നിധിയും സുധീഷും. സുഭാഷും ഹരീഷ് പറഞ്ഞ് ഭാസ്കറിന് BP കൂടിയ കാര്യം അറിയുകയാണ് അവർ. സുഭാഷും നിധിയും സുധീഷും ബീഹാറിലേക്ക് പോരുന്ന സമയത്ത് നീതു കിളിക്കൂട്ടിലേക്ക് വന്ന് ഭാസ്കറിനും നികേഷിനും ഹരീഷിനും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. നീതുവിന്റെ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും കളിയാക്കുകയൊക്കെയാണ് നികേഷും ഭാസ്കറിനും. തുടർന്ന് കണ്ണു തെറിഞ്ഞ് കിളിക്കൂട്ടിൽ നിന്നും പോവുകയാണ് നീതു. കടയിലേക്ക് വന്ന നീതു വളരെ ദേഷ്യത്തോടുകൂടി ഹരീഷിനോട് സംസാരിക്കുകയും ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയുമാണ്. ഹരീഷ് നീതുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും നീതു ഫോൺ എടുക്കുന്നില്ല. വൈകുന്നേരം വീട്ടിലേക്ക് വന്ന ഹരീഷ് നീതുവിനെ കുറിച്ച് ആലോചിച്ച് ഫോണും പിടിച്ച് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. ഈ സമയം മദ്യപിച്ച് സൈക്കിളിൽ അവിടേക്ക് വരികയാണ് ഭാസ്കരൻ. പുറത്തിരിക്കുന്ന നിധിയെ കണ്ട് ഭാസ്കരൻ ചോദിക്കുകയാണ്, ആരാ എന്റെ വീടിന്റെ മുന്നിൽ ഇരിക്കുന്നേ? ഓ, എന്റെ മരുമകളായിരുന്നോ? ഓക്കെ എന്ന് പറഞ്ഞ ഭാസ്കരൻ കട്ടിലേക്ക് ഇരിക്കുമ്പോൾ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, എന്താ ഇത്, ഇന്നും കുടിച്ചിട്ടുണ്ടോ? അപ്പൊ ഭാസ്കരൻ ചോദിക്കാണ്, നീ കുടിക്കാറില്ലേ? ഞാൻ എന്നാ കുടിച്ചതെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയണ, പച്ചവെള്ളം കുടിക്കാറുണ്ടല്ലോ, അപ്പൊ കുടിക്കുകയല്ലേ ചെയ്യുന്നേ? നിനക്ക് ഇഷ്ടമുള്ളത് നീ കുടിക്കുന്നതും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കുടിക്കുന്നു, അതിനിപ്പോ എന്താ? അപ്പൊ നിധി പറയണ, അച്ഛന് BP ഉള്ളതല്ലേ, കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണ, ഡോക്ടർ പറഞ്ഞാൽ ഞാൻ കേൾക്കണമെന്നുണ്ടോ? അപ്പൊ നിധി ചോദിക്കണ, പിന്നെ ആര് പറഞ്ഞാ കേൾക്കും? അപ്പൊ ഭാസ്കരൻ പറയണ, ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. വിഷമത്തോടുകൂടി നിധി പറയണ, BP ഉള്ള ആളുകൾ ഇങ്ങനെ കുടിക്കാൻ പാടില്ല അച്ഛാ, അങ്ങനെ കുടിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നങ്ങ് പോകും. അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ ഇത് സ്റ്റീൽ ബോഡി, സ്ട്രോങ് ബോഡിയാ, ഒന്നും ആവത്തില്ല. അപ്പൊ നിധി പറയണ, സ്റ്റീൽ ബോഡി എന്ന് പറഞ്ഞ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഈ പ്രായത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെക്കാളും കൂടുതൽ അച്ഛൻ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇതെല്ലാം കണ്ടിട്ടും തിരുത്താൻ തയ്യാറാകുന്നില്ലല്ലോ അച്ഛൻ. അപ്പൊ ഭാസ്കരൻ പറയണ, എന്റെ മരുമോളെ, നീ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കുടിച്ചത് വെറുതെ ആയി പോയെന്ന് തോന്നുവാ. ഞാൻ കുടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നീ നിന്റെ പണി നോക്കിപ്പോ. അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, ഇയാള് സംസാരിക്കുന്ന ശബ്ദം കേട്ടു, നിധിയോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ നിധി പറയണ, ഇല്ല, കുടിച്ചിട്ട് വന്ന എന്തൊക്കെയോ പറയുവാ. അപ്പൊ സുധീഷ് ചോദിക്കണ, നീ എന്തിനാ ഇയാളോട് സംസാരിക്കാൻ പോകുന്നത്? വെറുതെ നിന്റെ എനർജി കളയാവുന്നേ ഉള്ളൂ. അപ്പൊ ഭാസ്കരൻ പറയണ, അതെ, ഇയാള് വലിയ കളക്ടർ ആണല്ലോ, ഒന്ന് പോടാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധി വാന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ശ്രമിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എന്താണെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയണ, അങ്ങനെ പറ. അകത്തേക്ക് കയറി വരുന്ന സുധീഷ് പറയണ, ദേ നോക്ക് നിധി, അയാൾ കുടിച്ചിട്ടിരിക്കുമ്പോൾ അയാളോട് സംസാരിക്കരുത്. അപ്പൊ നിധി പറയണ, എനിക്ക് എന്താ അറിയത്തില്ലേ, ഞാൻ ഈ വീട്ടിലേക്ക് വന്ന നാൾ മുതൽ ഇതെല്ലാം കാണുന്നതല്ലേ, എന്നോട് ഇത് സുധീഷ് ആദ്യമായിട്ടല്ലോ പറയുന്നേ. അപ്പൊ സുധീഷ് പറയണ, പറഞ്ഞാ കേൾക്കത്തില്ലല്ലോ. അങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുധീഷ് ശ്രദ്ധിക്കുകയാണ് ടെൻഷനോടുകൂടി ഫോണും പിടിച്ചിരിക്കുന്ന ഹരീഷിനെ. എന്താടാ നീ ഇത് ഫോൺ എടുക്കുന്നില്ലേ? അപ്പൊ ഹരീഷ് പറയണ, അതെ സുധീഷ് ഏട്ടാ, എന്നെ ബ്ലോക്ക് ചെയ്തവള്. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, എന്തിന്, എന്തുപറ്റി, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയോ? അപ്പൊ ഹരീഷ് പറയണ, അതെ ഏട്ടത്തി, വഴക്കാ. എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, നിങ്ങള് ബീഹാറിലേക്ക് പോയില്ലേ, അപ്പം ദിവസവും രാവിലെയും രാത്രി ഇവിടെ വന്നു ഭക്ഷണം ഉണ്ടാക്കി തരാം, ഞങ്ങളെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ സ്നേഹമായിരുന്നു. പക്ഷെ അവൾ ഉണ്ടാക്കിയതൊന്നും കൊള്ളത്തില്ലായിരുന്നു, അവളുടെ പാചകം വളരെ മോശമാ. നികേഷും പറഞ്ഞില്ലേ, അവന് ലഞ്ചിന് ഇഡ്ഡലി മുറിച്ചിട്ട് കൊടുത്തു വിട്ടു, ആ മാവിൽ ഉപ്പ് പോലും ചേർത്തിട്ടില്ലായിരുന്നു. ഞങ്ങളത് പാടുവിട്ട് കഴിച്ചു. നിങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം ആ ടോപ്പിക്ക് വീണ്ടും കൊണ്ടുവന്നു. അപ്പൊ നികേഷ് എല്ലാം അങ്ങ് പറഞ്ഞു. അതിനാ അവളുടെ ദേഷ്യം. അപ്പൊ ഞാനും ചിരിച്ചില്ലേ, അത് മനസ്സിൽ വെച്ച് കടയിൽ വന്ന് ദേഷ്യപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യാൻ ഏട്ടത്തി, അവൾ ഉണ്ടാക്കിയ ഭക്ഷണം കൊള്ളത്തില്ലായിരുന്നു എന്നുള്ള സത്യം ഞാൻ പറഞ്ഞു. അതിനും അവള് ദേഷ്യപ്പെട്ടു. ഈ ബന്ധം വേണ്ട, ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പോകാറുണ്ട്, പക്ഷെ വീണ്ടും വരും. എന്നാലും ഒരു വല്ലായ്മ ഏട്ടത്തി. ഹരീഷ് നിധുവിനോട് സംസാരിക്കാൻ ട്രൈ ചെയ്തോന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, എല്ലാത്തിലും അവള് ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പൊ നിധി പറയണ, നീതു ഉണ്ടാക്കിയ ഭക്ഷണം കൊള്ളില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നീതു അത്രയൊക്കെ ചെയ്തതല്ലേ, ആ എഫേർട്ട് വിചാരിച്ചെങ്കിലും ഒന്ന് അഭിനന്ദിക്കേണ്ടതായിരുന്നു ഹരീഷ്. അപ്പൊ ഹരീഷ് പറയണ, അതല്ല ഏട്ടത്തി, ഏകദേശം 3 ദിവസം ഞങ്ങളെ പെടാപ്പാട് പെടുത്തുകയായിരുന്നു. മനുഷ്യർക്ക് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതല്ലേ, അതിൽ തന്നെ കൈവച്ചാൽ എന്ത് ചെയ്യാൻ ഏട്ടത്തി? അവള് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ക്ഷീണമാണെന്ന് പറഞ്ഞ് പോയി കിടന്നു. ഞാൻ പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് പാത്രം എല്ലാം കഴുകി വെച്ചത്, അതൊക്കെ ശരി. പക്ഷെ അവള് ചെയ്തു വെച്ചിരിക്കുന്നതിനൊക്കെ അഭിനന്ദിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഏട്ടത്തി? കള്ളം പറഞ്ഞ അവളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അവക്ക് അത് പോരാ, എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങി. കുഴപ്പമില്ല ഏട്ടത്തി, നാളെ തന്നെ കടയിലേക്ക് വരും. എവിടെ പോകാൻ അവള്? അപ്പൊ നിധി പറയുകയാണ്, ഹരീഷ് നീതുവിന് ദേഷ്യം ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കും. ഹരീഷ് പറഞ്ഞതുപോലെ നാളെ നീതു കടയിലേക്ക് വന്ന് സംസാരിക്കും. അപ്പം പക്വതയോടുകൂടി വേണം നീതുവിനോട് സംസാരിക്കാൻ. ശരി ഏട്ടത്തിന്ന് ഹരീഷ് പറയുമ്പോൾ ഭാസ്കരൻ ഉറക്കെ പാട്ട് പാടുകയാണ്. ഹരീഷ് ഫോണുമായി അകത്തേക്ക് പോകുന്നു. ദേഷ്യത്തോടുകൂടി ഭാസ്കരന്റെ അരികിലേക്ക് വന്ന് നിധി പറയുന്നു, മിണ്ടരുത്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്ത്? ഞാൻ പാടും. ഇത് കിട്ടാൻ നിധി പറയണ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എനിക്ക് വീട്ടിനകത്ത് ശബ്ദം കേൾക്കരുത്. ഇത് കിട്ടാൻ ഭാസ്കരൻ പറയണ, അതിനെന്താ, ഓക്കെ, നോ സൗണ്ട്. അങ്ങനെ ഭാസ്കരൻ പാട്ട് പാടാതെ ഇരിക്കുക.
ഇരിക്കുകയാണ്. അകത്തേക്ക് കയറി വന്ന നിധിയോട് സുധീഷ് പറയണ, നിധി ആ മനുഷ്യൻ എത്ര ബഹളം വെച്ചാലും നിധി പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ വീട്ടിലുള്ളവരെയെല്ലാം നിന്റെ കൈവെള്ളക്കുള്ളിൽ വെച്ചിരിക്കുക. അപ്പൊ നിധി പറയണ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങള് കള്ളം പറഞ്ഞു നടക്കുകയല്ലേ, അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അപ്പൊ സുധീഷ് പറയണ, അയ്യോ നിധി പാറ്റയോ എവിടെയെന്ന് ചോദിച്ച് നിധി ഭയത്തോടു കൂടി ചുറ്റും നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, ചുമ്മാ പറഞ്ഞതാ. കള്ളം പറഞ്ഞു? നീയല്ലേ പറഞ്ഞത് ഞാൻ കള്ളം പറയാറുണ്ടെന്ന്. ആ ലിസ്റ്റില് ഇതും കൂടി വെച്ചോ. നിങ്ങളെ ഞാനിന്ന് ശരിയാക്കുമെന്ന് നിധി പറയുമ്പോൾ അയ്യോ വേണ്ടെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് ഓടി പോവുകയാണ്. നിധി ചിരിച്ചുകൊണ്ട് പിന്നാലെ പോകുന്നു. തുടർന്ന് വിഷമത്തോടുകൂടി ആലോചിച്ച് റൂമിലിരിക്കുന്ന നീതു ഓർക്കുകയാണ് ഹരീഷുമായി വഴക്കിട്ടത്. എനിക്ക് നീയുമായുള്ള ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് കടയിൽ നിന്നും ഇറങ്ങി വന്നത്. ഈ സമയം ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് അഖിലും ചന്ദ്രനും. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് സീത. നീതു വന്നില്ലെന്ന് ചന്ദ്രൻ ചോദിക്കുമ്പോൾ വിളിച്ചാലുടനെ വരുന്ന ഒരാള് നിങ്ങൾ കഴിക്കെന്ന് പറഞ്ഞ് സീത അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അഖിൽ പറയുന്നു, അവള് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അമ്മ ഇങ്ങോട്ട് കറി വിളമ്പ്. ചന്ദ്രൻ ഉറക്കെ നീതു എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് അവിടേക്ക് വന്ന നീതു ചോദിക്കുന്നു, അച്ഛൻ വിളിച്ചായിരുന്നോ? അപ്പൊ സീത ചോദിക്കാണ്, എന്താടി ഞാനൊരുത്തി എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, നിന്റെ ചെവി കേൾക്കത്തില്ലായിരുന്നോ? നിന്റെ അച്ഛൻ ഒരു തവണ വിളിച്ചപ്പോഴേ വന്നു നിൽക്കുന്നു. അമ്മ വിളിച്ചായിരുന്നോ എന്ന് നീതു ചോദിക്കുമ്പോൾ സീത പറയണ, കേട്ടില്ലേ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ചന്ദ്രൻ പറയണ, നീ അത് വിട്, വന്നിരിക്കുമോളെ, കഴിക്കാനാ വിളിച്ചേ. ഇത് കേട്ട് നീതു അവിടേക്ക് ഇരിക്കുമ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സീത വിഷമത്തോടുകൂടി ഇരിക്കുന്ന നീതുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നീതു വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും നീതുവിനെ ശ്രദ്ധിക്കുകയാണ്. സീത പറയുന്നു, പതുക്കെ കഴിക്കടി, തൊണ്ടേ കുടുങ്ങി ചാവണ്ട. എന്തു പറ്റിടി നിനക്ക്? നിന്റെ മുഖം ശരിയല്ലല്ലോ. അങ്ങനെയൊന്നുമില്ലാന്ന് നീതു പറയുമ്പോൾ സീത ചോദിക്കാണ്, നിന്റെ മുഖം കണ്ടാലേ അറിയാലോ, എന്താ അവനുമായി വഴക്കിട്ടോ? ഹരീഷിന്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ വേണം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനെന്ന് പറഞ്ഞ് രാവിലെയും രാത്രിയെല്ലാം കയറി ഇറങ്ങുകയായിരുന്നല്ലോ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതോ അവിടെ നിന്ന് പോയൊരു തിരിച്ചു വന്നപ്പോൾ നിന്നെ ഇറക്കി വിട്ടോ? നീ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കയറി ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു നീ ഇങ്ങനെ വന്നിരിക്കുമെന്ന്. അപ്പൊ നീതു പറയണ, അമ്മേ അതൊക്കെ ഒന്ന് വിട്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനമെന്ന് സീത ചോദിക്കുമ്പോൾ നീതു പറയണ, എന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. സീത ചോദിക്കുന്നു, കല്യാണം നടത്തണമെന്നോ? ആ ഹരീഷ് പറഞ്ഞില്ലേ ഇപ്പൊ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അവന്റെ സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റൂന്ന്. പിന്നെ എങ്ങനെയാടി നിന്റെ കല്യാണം നടത്തുക? അപ്പൊ നീതു പറയണ, എനിക്ക് ഹരീഷിനെ വേണ്ട. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നീതുവിനെ നോക്കുകയാണ് സീതയും ചന്ദ്രനും അഖിലും. നീതു പറയുന്നു, വേറെ ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് എന്റെ കല്യാണം നടത്തിത്താ. നീ എന്താടി ഈ പറയുന്നതെന്ന് സീത ചോദിക്കുമ്പോൾ നീതു പറയണ, അതെ അമ്മ, എനിക്ക് ഹരീഷിനെ വേണ്ട, വേറെ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് എന്റെ കല്യാണം നടത്തണം. ഇത് കേട്ട് സീത പറയണ, ഇതിപ്പം പുതിയ കഥയായല്ലോ. രാത്രി വരെയും നിന്നെ കണ്ടാലേ അവൻ ശ്വാസം എടുക്കുകയുള്ളൂ എന്ന് പറയുമായിരുന്നല്ലോ നീ. ഇപ്പൊ എന്താ ഹരീഷിനെ വേണ്ടാന്ന് പറയുന്നേ? നീ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ അഭിനയിക്കുന്നേ? ആരെ കാണിക്കാനാ? അപ്പൊ നീതു പറയണ, അമ്മേ ഞാൻ അഭിനയിച്ചതൊന്നും അല്ല, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്, എനിക്ക് ഹരീഷിനെ വേണ്ട. അപ്പൊ അഖിൽ പറയണ, അമ്മ ഇവക്ക് ഭ്രാന്ത, രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഹരീഷെ ഹരീഷെ എന്ന് വിളിച്ച് പിന്നാലെ പൊയ്ക്കോളൂ. ഇവിടെ വിശ്വസിക്കരുതേ അമ്മേ. മോളെ നീ കാര്യമായിട്ടാണോ പറയുന്നതെന്ന് ചന്ദ്രൻ ചോദിക്കുമ്പോൾ സീത പറയുകയാണ്, ഇവള് ചുമ്മാ പറയുന്നതാ, ഇവളെ വിശ്വസിക്കരുത്. അപ്പൊ നീതു പറയണ, ഞാൻ അഭിനയിച്ചതൊന്നും അല്ല, ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്, എനിക്ക് ഹരീഷിനെ വേണ്ട, അവൻ കുറച്ച് ഓവറാ, എനിക്ക് അവനെ ഇഷ്ടമല്ല. നിങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് ശരി, അതിപ്പോഴാ ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ടാ വേറെ പയ്യനെ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞേ. വിശ്വസിക്കാനാകാതെ സീത ചോദിക്കുന്നു, നീ പറഞ്ഞത് സത്യം തന്നെയാണോടി? അപ്പൊ നീതു പറയണ, സത്യമാണമ്മേ. അപ്പൊ അഖിൽ പറയണ, അവനെ കല്യാണം കഴിച്ച് ജീവിതം നശിച്ചു പോയിട്ട് നീ ചെയ്ത തെറ്റ് തിരിച്ചറിയുന്ന ഞാൻ വിചാരിച്ചേ. സാരമില്ല, നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞല്ലോ. ഇത് കേട്ട് നീതു ചോദിക്കണം, നിന്നോട് ചോദിച്ചോ? നീ മിണ്ടാതിരിക്കെ. അച്ഛാ എനിക്ക് ഹരീഷിനെ വേണ്ട, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, ഉടനെ എനിക്ക് വേറെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തും. ഇത് കേട്ട് ചന്ദ്രൻ ചോദിക്കണ, ഹരീഷുമായിട്ടുള്ള നിന്റെ പ്രശ്നം എന്താ? ആദ്യം അത് പറ. അപ്പൊ നീതു പറയണ, ഞാൻ അവന്റെ പിന്നാലെ പോയാലും അവൻ എനിക്ക് ഒരു വിലയും തരുന്നില്ല, ഇനി ഞാൻ അവന്റെ പിന്നാലെ പോകില്ല, ഉടനെ എന്റെ കല്യാണം നടത്തിത്താ. അപ്പൊ സീത ചോദിക്കണ, എടി ഉടനെ കല്യാണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിനക്ക് 21 വയസ്സേ ആയിട്ടുള്ളൂ, ഈ പ്രായത്തിൽ എങ്ങനെയാ നിന്റെ കല്യാണം നടത്തുക? അപ്പൊ നീതു ചോദിക്കണ, അമ്മേ 6 മാസത്തിന് മുമ്പ് ഇവന്റെ ഫ്രണ്ടുമായിട്ടുള്ള കല്യാണം നടത്താനായി എന്നെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലേ? അപ്പൊ എന്റെ പ്രായം എത്രയായിരുന്നു? 28 വയസ്സായിരുന്നോ? അപ്പോഴും 21 വയസ്സ് തന്നെ ആയിരുന്നല്ലോ. ഇപ്പൊ എനിക്ക് 21 വയസ്സ് കഴിഞ്ഞു, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇപ്പം ഹരീഷ് വന്ന് എന്നെ പെണ്ണ് കണ്ടിട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ കല്യാണം നടത്തില്ലായിരുന്നോ? പിന്നെന്താ പ്രശ്നം? ചന്ദ്രൻ ചോദിക്കുന്നു, മോളെ നീ കാര്യമായിട്ടാണോ പറയുന്നത് അതോ ഹരീഷിനോടുള്ള ദേഷ്യം കൊണ്ടാണോ പറയുന്നത്? അപ്പൊ നീതു പറയണ, അച്ഛാ ഞാൻ നന്നായി ആലോചിച്ച ഈ തീരുമാനം എടുത്തത്, എനിക്ക് ഇതിൽ കൂടുതൽ വയ്യ അച്ഛാ, ഹരീഷും ഞാനും കൂടി ശരിയാകില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു പയ്യനെ കണ്ടുപിടിച്ച എന്റെ കല്യാണം നടത്ത്. ആ പയ്യന് വലിയ ഭംഗിയൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ലാത്ത ഒരാളായാ മതി. അതിനുശേഷം കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങണം, ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചോളാം, കല്യാണം മാത്രം നടത്തി തന്നാ മതി, അത് മതി എനിക്ക്. അങ്ങനെ നീതു അകത്തേക്ക് പോകുമ്പോൾ അഖിൽ പറയണ, ഇവൾക്ക് ഭ്രാന്തായെന്നാ തോന്നുന്നത്, എന്താ ഇവൾ ഇങ്ങനെ പറയുന്നതെന്ന് സീത ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, അമ്മേ അവിടെ എന്താ നടന്നതെന്ന് ഞാൻ പറയാം. രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കി കാണും, അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഇവള് പിന്നാലെ പോകുമല്ലോ, അവൻ ഇവളെ അപമാനിച്ച് പറഞ്ഞു വിട്ട് കാണും, ആ ദേഷ്യത്തിലായിരിക്കും
അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. നമുക്കിതൊരു അവസരമാക്കിയെടുത്ത് കല്യാണം നടത്തിയാലോ? അപ്പൊ ചന്ദ്രൻ പറയണ, ഒന്ന് മിണ്ടാതിരിക്കടാ. ഇവിടെ വിശ്വസിച്ച് കല്യാണം നടത്താൻ ഇറങ്ങിയാൽ നമ്മൾ നാണം കിടത്തേ ഉള്ളൂ. നേരം വെളുത്താലുടനെ അവനോടുള്ള ദേഷ്യം മാറിയിട്ട് അവന്റെ പിന്നാലെ പോകുന്ന കാണാം. ഇവളെ വിശ്വസിക്കാനേ പറ്റില്ല. ഇത് കേട്ട സീത പറയണ, ഇവളൊരു സമാധാനം തരത്തില്ലല്ലോ. ഈ നാട്ടിലുള്ള പെൺപിള്ളേരൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? ചിലര് നന്നായി പഠിക്കുന്നു, മറ്റു ചിലര് നല്ല ജോലിക്ക് പോയി കാശുണ്ടാക്കുന്നു. ഇവളിത് രണ്ടുമില്ല. മാതാപിതാക്കളുടെ സമാധാനം കളയാനായിട്ട് ഒരെണ്ണം. നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുകയല്ലേ അവൾ. അതെന്തെങ്കിലും ആവട്ടെ. അമ്മ ചോറ് വിളമ്പുന്ന അഖിൽ പറയുമ്പോൾ അഖിലിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് സീത. ചന്ദ്രൻ സംശയത്തോടുകൂടി ആലോചിച്ചിരിക്കുന്നു. തുടർന്ന് രാത്രി റൂമിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്കുകൾ ചെയ്യുകയാണ് നിധി. വാതിലിന്റെ അരികിലേക്ക് വന്ന സുധീഷ് വാതിലിൽ തട്ടി നിധിയോട് ചോദിക്കുന്നു, അകത്തേക്ക് വരട്ടെ? കേറി വാ സുധീഷ് എന്ന് നിധി പറയുമ്പോൾ അകത്തേക്ക് കയറി വന്ന സുധീഷ് ചോദിക്കുന്നു, ഞാനിവിടെ ഇരുന്നോട്ടെ? അപ്പൊ നിധി പറയണ, ഇരിക്കും സുധീഷ്. അവിടേക്കിരുന്ന സുധീഷ് ചോദിക്കണ, നിധി എന്ത് ചെയ്യുക? ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിട്ട് നിധി പറയുന്നു, ക്രിക്കറ്റ് കളിക്കുക. കണ്ടാൽ അറിയില്ലേ, ജോലി ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ നിധി തന്റെ ഡിസൈൻ സുധീഷിനെ കാണിക്കുകയാണ്. സുധീഷ് പറയണ, മതി മതി, നീ പറയുന്നതൊക്കെ നിനക്ക് മാത്രം മനസ്സിലായാ മതിയോ? എനിക്ക് മനസ്സിലാവണ്ടേ? ഈ ചെറിയ ചെറിയ കോളം കണ്ടിട്ട് എന്ത് മനസ്സിലാക്കാനാ? അപ്പൊ നിധി പറയണ, ശരി, ഞാൻ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കൈകുപ്പി സുധീഷ് പറയുന്നു, അയ്യോ വേണ്ട, ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ചുമ്മാ നിധിയോട് കാഷ്വലായിട്ട് സംസാരിക്കാൻ വന്നതാ. നീ എനിക്ക് ക്ലാസ് എടുക്കുന്നു. നിധി പറയുന്നു, ശരി. സുഭാഷേട്ടൻ എന്ത് ചെയ്യുക? അപ്പൊ സുധീഷ് പറയണ, എവിടെയും ആകാശത്ത് നോക്കി ഇരിപ്പുണ്ടായിരിക്കും. ഇന്നലെ നടന്ന ഷോക്കിൽ നിന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. സുധീഷ് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സുഭാഷേട്ടൻ ഇപ്പോൾ ചാന്ദിനിയെ മറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവര് ചാന്ദിനിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമെന്നെങ്കിലും പറഞ്ഞില്ലേ? അതെന്താ ആരും പറയാത്തത്? അപ്പൊ നിധി പറയണ, പറയാൻ എളുപ്പമാണ് സുധീഷെ, പക്ഷെ ചെയ്യാനാണ് പാട്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടന്റെ സൗന്ദര്യത്തിനും സ്വഭാവത്തിനും പെണ്ണ് കിട്ടാൻ എന്താ പ്രയാസം? പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. പണ്ടൊക്കെ പെൺവീട്ടുകാര് ചെറുക്കൻ വീട്ടുകാർക്ക് സ്ത്രീധനം കൊടുക്കുന്നത് പോലെ ഇപ്പം ചെറുക്കൻ വീട്ടുകാര് അങ്ങോട്ട് കാശും സ്വർണവും കൊടുത്ത് പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട അവസ്ഥയായി. ഇത് കേട്ട് നിധി ചോദിക്കണ, അപ്പം നേരത്തെ പറഞ്ഞ സിസ്റ്റമാണ് ശരിയെന്നാണോ പറയുന്നത്? സുധീഷ് ചോദിക്കുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞു? രണ്ടും തെറ്റാണ് നിധി. ഒരു പെണ്ണിന് ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ പേരൻസ് മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ കല്യാണം നടത്തിയാൽ എന്ത് ലാഭം ഉണ്ടാക്കുമെന്ന് ചിന്തിക്കരുത്. ഭാഗ്യത്തിന് നമ്മുടെ കല്യാണം അങ്ങ് നടന്നുപോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട് പ്രണയം പറഞ്ഞ് നീ എന്റെ ലവ് അക്സെപ്റ്റ് ചെയ്ത് അതിനുശേഷം ഞാൻ നിന്റെ അച്ഛന്റെ അരികിലേക്ക് വന്ന് പെണ്ണ് ചോദിച്ച് നിനക്ക് എന്ത് യോഗ്യതയാണ് എന്റെ മകളെ കല്യാണം കഴിക്കാനെന്ന് നിന്റെ അച്ഛൻ എന്നെ അപമാനിക്കുന്ന രീതിയിൽ ചോദിച്ച്, ഇല്ല എനിക്ക് യോഗ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞ് 200 കിലോ സ്വർണവും 1 കോടി കാശും കൊണ്ടുവന്ന് നിധിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞ് അത് കൊണ്ടുവരാനാകാതെ ഞാൻ നാണം കെട്ട് തോറ്റുപോയേനെ. ഭാഗ്യത്തിന് അതൊന്നും നടന്നില്ല. നിധി ചോദിക്കണ, ആര് പറഞ്ഞു സുധീഷ് തോൽക്കുമെന്ന്? ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, അപ്പോ ഞാൻ തോൽക്കില്ലേ? അപ്പൊ നിധി പറയണ, സുധീഷ് ഫ്രോഡാണ്, കള്ളം പറയുന്ന ആളുമാണ്. പക്ഷെ ഈ കാര്യത്തില് എന്റെ അച്ഛനോട് പണം തരുമെന്ന് വെല്ലുവിളിച്ച് എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവന്നേനെ. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? അപ്പൊ നിധി പറയണ, ഇതുവരെ എന്റെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ താമസിക്കാനായി എന്തോരം കള്ളം പറഞ്ഞു, എന്തെല്ലാം ചെയ്തു സുധീഷ്. അങ്ങനെ ഒരാൾക്ക് എന്റെ അച്ഛനെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ പറ്റില്ലേ? അതൊക്കെ സുധീഷ് ചെയ്യും, അതെനിക്ക് ഉറപ്പാ. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ദിവ്യ. ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച് നിധി പറയുന്നു, ദിവ്യ കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ് സുധീഷ്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിധി റൂമിന് പുറത്തേക്ക് പോവുകയാണ്. സംശയത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയാണ്, ഇവൾ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് ഇവളെ ഇഷ്ടമാണെന്നാണോ അതോ അവക്ക് എന്നെ ഇഷ്ടമാണെന്നാണോ? എന്തു ആയിക്കോട്ടെ, പക്ഷെ കൊള്ളാം. നിധി പറഞ്ഞ വാക്കുകൾ മനസ്സിൽ തന്നെ ഉണ്ടാകണേ സുധീഷ്. തുടർന്ന് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചാന്ദിനി. സുഭാഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയത്തോടുകൂടി ചുറ്റും നോക്കി ചാന്ദിനി പറയുന്നു, ഹലോ, ഞാൻ ചാന്ദിനിയാ സംസാരിക്കുന്നേ. സുഭാഷ് ചോദിക്കുന്നു, ചാന്ദിനി, എന്താ ചാന്ദിനി ഇത്? പുതിയ നമ്പർ ആണല്ലോ. അപ്പൊ ചാന്ദിനി പറയണ, അതെ, എന്റെ ഫോൺ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു. ഇതെന്റെ ഭയ്യ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന ഫോണാ. ഒരു സിമ്മും വാങ്ങിച്ചു തന്നു. അച്ഛനും അമ്മയും ഇത് അറിഞ്ഞിട്ടില്ല. സുഭാഷ് ഏട്ടന്റെ സുഖമാണോ? അപ്പൊ സുഭാഷ് പറയണ, എന്റെ കാര്യം വിട്ടേക്ക്, നീ സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ചാന്ദിനി പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു. സുഭാഷ് ഏട്ടൻ ഈ നമ്പറിലേക്ക് വിളിക്കരുത്. എപ്പോഴാണോ എനിക്ക് പറ്റുന്നത് ആ സമയത്ത് ഞാൻ സുഭാഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചോളാം. മറങ്ങിയെന്ന് നികേഷ് സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പറയുന്നു, ഞാൻ ഈ നമ്പറിലേക്ക് വിളിക്കേണ്ടെന്നല്ലേ? ശരി ശരി, ഞാൻ വിളിക്കില്ല. നിനക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പൊ നീ തന്നെ വിളിച്ചാ മതി. നിന്റെ വീട്ടില് നിന്നെ അടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ? അടിച്ചൊന്നും ഇല്ലാന്ന് ചാന്ദിനി പറയുമ്പോൾ സുഭാഷ് പറയണ, വിഷമിക്കാതെ ചാന്ദിനി, നമുക്ക് 6 മാസം സമയമുണ്ടല്ലോ, അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം. നിന്നെ ഞാൻ അങ്ങനെയൊന്നും വിട്ടുകളയില്ല ചാന്ദിനി, എന്നെ വിശ്വസിക്കാൻ നിനക്ക്. ഇത് കേട്ട് പുഞ്ചിരിച്ച അവിടെ നിന്ന് പോവുകയാണ് നികേഷ്. സുഭാഷ് ചോദിക്കുന്നു, പിന്നെ ഞങ്ങൾ പോയതിനു ശേഷം നിന്റെ വീട്ടിലുള്ളവർ എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ പുറത്തിരിക്കുന്ന ഹരീഷിന്റെ അരികിലേക്ക് വന്ന നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ ഫോണിൽ സംസാരിക്കുക. ചാന്ദിനി ചേച്ചിയെ വിളിക്കുന്നത്. അപ്പൊ ഹരീഷ് പറയണ, ഫോണിൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? വീട്ടിൽ സമ്മതിച്ചു കാണോ എന്തോ? അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടൻ എന്താ ഫോണിൽ സംസാരിച്ചെന്നറിയോ? നീ ഒളിങ്ങിയെന്ന് കേട്ടതാണോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, അവരിപ്പോഴും
സംസാരിച്ചോണ്ടിരിക്കുക ഹരീഷേട്ടാ. ആ വഴി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ടതാ. ഞാൻ ഒളിഞ്ഞു കേട്ടൊന്നുമല്ല. എന്താ സംസാരിച്ചെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ 6 മാസം സമയമുണ്ടല്ലോ, ഞാൻ എങ്ങനെയും പറഞ്ഞതെല്ലാം ചെയ്യും, നിന്നെ ഞാൻ അങ്ങനെയൊന്നും വിട്ടുകളയില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ഹരീഷ് പറയണ സുഭാഷേട്ടൻ പറഞ്ഞത് ശരിയാണല്ലോ, പക്ഷെ പറഞ്ഞത് എങ്ങനെ ചെയ്യുമെന്നറിയില്ല. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നതെന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയണ നീ അത് വിട്, നമുക്ക് നോക്കാം. തുടർന്ന് സുഭാഷ് ഫോണിലൂടെ പറയുന്നു, ശരി ചാന്ദിനി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ വിളിക്കണേ, സൂക്ഷിച്ചു വേണമല്ല. ആരോ വന്നെന്ന് പറഞ്ഞ് ചാന്ദിനി ഭയത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് സാധനങ്ങളുമായി ഹരീഷ് ബൈക്കിൽ വരുമ്പോൾ ഹരീഷിന്റെ ബൈക്കിന്റെ മുന്നിലേക്ക് തന്റെ ബൈക്ക് കൊണ്ട് നിർത്തുകയാണ് അഖിൽ. ഹരീഷ് ഞെട്ടി അഖിലിനെ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അഖിൽ ചോദിക്കണ, എന്താ ഹരീഷ്, ഞങ്ങളുടെ പ്രണയം ദൈവികമാണ്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞത്, ഇപ്പൊ എല്ലാം അവസാനിച്ചല്ലോ. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, എടാ ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞു? ചിരിച്ചുകൊണ്ട് അഖിൽ പറയുകയാണ്, എന്റെ പെങ്ങള് വന്ന് പറഞ്ഞു, ഞാൻ അന്നേ വിചാരിച്ചതാ ഇത് പെട്ടെന്ന് പൊട്ടുവന്ന്, ഇത്ര പെട്ടെന്ന് ഇതെല്ലാം നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തിനാ അനാവശ്യമായിട്ട് ഇപ്പൊ നീ സംസാരിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അഖിൽ പറയണ, ആവശ്യമുള്ളത് കൊണ്ടാ സംസാരിക്കുന്നത്, നീ എന്ത് ചെയ്തെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നീതു വീട്ടിലേക്ക് വന്ന് എനിക്ക് ഈ കല്യാണം വേണ്ട, വേറെ പയ്യനെ അന്വേഷിക്ക്, എന്റെ കല്യാണം നടത്തിത്താന്ന് പറഞ്ഞു. പക്ഷെ നിന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് സത്യമാ, നിനക്കൊക്കെ ഒരു പെണ്ണ് പിന്നാലെ നടക്കണം, അവൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ഉടനെ പിന്മാറും, നാണം കെട്ടവൻ. ഷട്ടിൽ കുത്തിപ്പിടിച്ച ഹരീഷ് ചോദിക്കണ, നിന്റെ നാവിന്റെ നീളം കൂടുന്നുണ്ടല്ലോ, എന്തിനാ നീ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, ഞാൻ എപ്പോഴാ നീതുവിനെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത്? അപ്പൊ അഖിൽ പറയണ, ഷട്ടിൽ നിന്നും കൈ എടുക്കടാ. എടാ കൈ എന്ന് പറഞ്ഞ് ഹരീഷിന്റെ കൈ പിടിച്ചു മാറ്റി അഖിൽ ചോദിക്കണ, എടാ നീ ഒന്നും ചെയ്യാതെയാണോ അവള് നിന്നെ വേണ്ടാന്ന് പറയുന്നേ? നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പെണ്ണ് നിന്നെ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ നീ അതിന്റെ പിന്നിൽ എന്തോ ചെയ്തിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, എന്റെ പെങ്ങളെ രക്ഷപ്പെട്ടു, നീതു അങ്ങനെയൊന്നും പറയില്ല, വെറുതെ ഓരോന്ന് പറയരുതെന്ന് ഹരീഷ് പറയുമ്പോൾ അഖിൽ പറയണ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, അവള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനും ഹരീഷും തമ്മിൽ ശരിയാകില്ല, എത്രയും പെട്ടെന്ന് ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് എന്റെ കല്യാണം നടത്താൻ. ഞങ്ങൾ എല്ലാവരോടും അവൾ അങ്ങനെയാ പറഞ്ഞത്, ഞങ്ങളിപ്പം അവൾക്ക് വേണ്ടി പയ്യനെ അന്വേഷിക്കുക, എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ കണ്ടെത്തണം. അഖിലിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ഹരീഷ് ചോദിക്കുന്നു, എടാ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു കഥ വന്ന് പറഞ്ഞേ? അഖിൽ ചോദിക്കുന്നു, എന്ത് കഥയോ? എടാ ഇതാടാ സത്യം, അവള് നിന്നെ വേണ്ടാന്ന് പറഞ്ഞു വേറെ കല്യാണം കഴിക്കാനും സമ്മതിച്ചു, കൈ എടുക്കടാന്ന് പറഞ്ഞ് ഹരീഷിന്റെ കൈ തട്ടി മാറ്റുകയാണ് അഖിൽ. അപ്പൊ ഹരീഷ് പറയുന്നു, എടാ നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ അഖിൽ പറയണ, നീ വിശ്വസിച്ചാൽ എന്താ, വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കെന്താ, എന്റെ പ്രിയ പെങ്ങൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നിന്റെ കൺമുന്നിൽ വെച്ച് അവളുടെ കല്യാണം നടത്തും ഞാൻ. ഇത് കേട്ട് ഹരീഷ് ദേഷ്യത്തോടുകൂടി അഖിലിനെ നോക്കുമ്പോൾ അഖിൽ ചോദിക്കുന്നു, നീ എന്താണ് നോക്കി പേടിപ്പിക്കുന്നേ? തെറ്റെല്ലാം നീയല്ലേ ചെയ്തത്, നിനക്കിത് വേണോടാ? എത്രയും പെട്ടെന്ന് അവൾ ഒരാളെ കല്യാണം കഴിച്ച് മാല കഴുത്തിലിട്ടോണ്ട് വരും, അപ്പൊ നീ ഷോക്ക് ആയിട്ട് നിൽക്കും. അങ്ങനെ അഖിൽ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഹരീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്